എന്താടി ചേച്ചി ഒരു ആലോചന? ഒന്നുമില്ല. എന്തൊന്നുമില്ലാന്ന്? എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. നന്ദേട്ടനെ കുറിച്ചല്ലേ ആലോചിക്കുന്നേ? നന്ദേട്ടനും ചേച്ചിയും ഭാര്യയും ഭർത്താവുക. ഇപ്പോഴാണെങ്കിൽ നന്ദേട്ടൻ ഒരു കുഴപ്പത്തിലും പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എന്തെങ്കിലും പറയുന്നത് ശരിയാണോന്നറിയില്ല. നന്ദേട്ടനെ രക്ഷിക്കണം. പക്ഷേ ചേച്ചി ഇനി ചേച്ചിയായി തന്നെ നിൽക്കണം. എനിക്കറിയാം ശരി. പക്ഷേ നന്ദുവിന് നല്ല കുറ്റബോധമുണ്ട്. എന്നോട് കാണിച്ചതിനൊക്കെ നല്ല വിഷമമുണ്ട്. എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ ഭക്ഷണം കൊടുത്തപ്പോ കരഞ്ഞുപോയി. ചേച്ചിയെ കരയിപ്പിച്ചതിന്റെ 100% പോലും കരഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അതുമല്ല, ഇപ്പൊ കരയുന്നത് ആര് കാരണാ? സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ലേ. ഇത് ചേച്ചിയുടെ ജീവിത. തീരുമാനങ്ങൾ എടുക്കാനുള്ളത് ചേച്ചിയാ. ഇപ്പോഴത്തെ ഈ കണ്ണീര് കണ്ട് ചേച്ചി വീണു പോകരുത്. ചേച്ചി തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നന്ദേട്ടന്റെ സ്ഥാനത്ത് ചേച്ചിയാണെന്ന് വിചാരിക്കുക. ഒരു ചെറുപ്പക്കാരനൊപ്പം ചുറ്റി കറങ്ങുന്നു, മദ്യപിക്കുന്നു, ഒരു റിസോർട്ടിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി ചെലവിടുന്നു. പിന്നെ എന്താവും നടക്കുക? ചേച്ചി ഒന്ന് കരഞ്ഞൊന്ന് വെച്ച് നന്ദേട്ടന്റെ കരളലിയോ? ചന്ദ്രോത്തുകാരെല്ലാരും കൂടി കത്തിക്കില്ലേ ചേച്ചിയെ? ഭർത്താക്കന്മാർക്ക് എന്തോ ആവാലോ. മറിച്ച് ഭാര്യയിൽ ഒരു സംശയം വന്നാ അവൾ അഗ്നിശുദ്ധി വരുത്തണം. ഭർത്താക്കന്മാര് അത് മനുഷ്യരായാലും ശരി, ദൈവങ്ങളായാലും ശരി, ഇക്കാര്യത്തിൽ ഒരുപോലെയാ. നന്ദേട്ടനോടും പറ അഗ്നിശുദ്ധി വരുത്താൻ. കനലിൽ ചവിട്ടി തെളിയിക്കട്ടെ കളങ്കമില്ലാന്ന്. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തു വേണമെന്ന് ചേച്ചി തീരുമാനിച്ചാൽ മതി. ചേച്ചി വരട്ടെ, നോക്കാം. എന്തായാലും നാളത്തോടെ ഒളിച്ചുകളിയൊക്കെ അവസാനിപ്പിക്കാന്ന് ഹരിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ കാര്യങ്ങൾക്ക് തീരുമാനമാക്കാന്നോ? നന്ദേട്ടനെ സ്റ്റേഷനിൽ കൊണ്ടുപോവോ? അതൊന്നും അങ്കിള് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒക്കെ പുറകിൽ നടന്ന യഥാർത്ഥ കളികൾ നാളെ പുറത്തു കൊണ്ടുവരുന്ന അങ്കിള് പറയുന്നേ. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത അങ്കിൾ നാളത്തെ സംഭവങ്ങളും നല്ല രീതിയിൽ അവസാനിപ്പിക്കുമായിരിക്കും. ഈ വലിയ തലവേദന എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. അതെ, നാളെ കൊണ്ടെല്ലാം വെളിച്ചത്ത് വരുമെന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നേ. എല്ലാം എന്റെ ചേച്ചിയുടെ നന്മയ്ക്കായി വന്നാ മതി. ആ പിന്നെ എല്ലാം തെളിയിക്കപ്പെട്ട ഉടനെ ഒരു 16 അടിയന്തരം ഉണ്ട്. എന്താ? അല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ പ്രേമം അവനുമായിട്ടുള്ള കല്യാണം നടത്തണ്ടേ? ശാരി, ഏയ് വിശേഷമൊക്കെ പിന്നെ പറയാം.